Dear students, welcome to Learner's World. In this video, I'm going to talk about a poem analysis, Children of the Working Class by John Vierners, FIUGP Semester 4 SEC Humanities under Calicut University. Summary of Children of the Working Class. Children of the Working Class എന്ന് പറയുന്നത് ഒരു കവിതയാണ്. The poem Children of the Working Class by John Vierners present a powerful and emotional picture of the suffering faced by poor and working class people. അപ്പോൾ ഈ ഒരു കവിതയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അതായത് തൊഴിലാളി വർഗം അനുഭവിക്കുന്ന വേദനകളും അവരുടെ ബുദ്ധിമുട്ടുകളും അതോടൊപ്പം തന്നെ ഒരു മെൻ്റൽ അസൈലം ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഉള്ള അന്തേവാസികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെയാണ് ഈ ഒരു കവിതയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. It serves as a powerful critique of how society treats the poor and the mentally ill. അപ്പോൾ ഇതൊരു വിമർശനാത്മകമായിട്ടുള്ള ഒരു കവിതയാണ്. അതായത് എങ്ങനെയാണ് സമൂഹം ഒരു വർക്കിംഗ് ക്ലാസ് ചിൽഡ്രനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതുപോലെ മെൻ്റലി ഇല്ലായിട്ടുള്ള ആളുകളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെതിരെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു കവിതയാണിത്. The poet wrote this poem during his stay at Taunton Stair Hospital in 1972. അപ്പോൾ ഈ ഒരു കവിത എഴുതുന്ന സമയത്ത് അദ്ദേഹം നമ്മുടെ കവി ടോണ്ടം സ്റ്റെയർ ഹോസ്പിറ്റലായിരുന്നു, 1972 Through this poem, he exposes the harsh realities of poverty, mental illness, social neglect and injustice. അപ്പോൾ ഈ ഒരു കവിതയിലൂടെ അദ്ദേഹം പട്ടിണിൻ്റെ ആ ഒരു ദയനീയാവസ്ഥ, ഭയാനകമായിട്ടുള്ള ആ ഒരു അവസ്ഥ, അതുപോലെ മെൻ്റൽ ഇൽനെസ്, മാനസിക രോഗം, സോഷ്യൽ നെഗ്ലക്റ്റ്, ഇവരൊക്കെ സമൂഹം അകറ്റി നിർത്തിയിരിക്കുകയാണ്, അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഇൻജസ്റ്റിസ്, അനീതി, ഇതിനൊക്കെതിരെ എഴുതിയിട്ടുള്ള ഒരു കവിതയാണിത്. Vierners describes the working class through their physical suffering, suggesting that poverty leaves a permanent mark on the human body. അപ്പോൾ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് വർക്കിംഗ് ക്ലാസ് പീപ്പിളിൻ്റെ ഫിസിക്കൽ സഫറിങ്. അവർ ഒരുപാട് ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, പക്ഷെ അതിന് മാത്രമുള്ള ഒരു ഇൻകം അവർക്ക് കിട്ടുന്നില്ല. അതുമൂലം അവർ പട്ടിണിയിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ഫിസിക്കൽ സഫറിങ് അവരുടെ ബോഡിയിൽ പെർമനൻ്റായിട്ട് ഒരു മാർക്കായിട്ട് കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. He describes how children born into poor families suffer even before they grow up. അദ്ദേഹം ഈ കവിതയിൽ അവതരിപ്പിക്കുന്നുണ്ട്, അതായത് കുട്ടികൾ, ഈ ഒരു വർക്കിംഗ് ക്ലാസ് പീപ്പിളിൻ്റെ കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പട്ടിണി എന്താണ്, ദാരിദ്ര്യം എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. Many of them are weak, unhealthy and emotionally disturbed because of generations of hardship. അതിൽ മിക്ക ആളുകളും വളരെ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടൊക്കെ വളരെ താഴേക്കിടയിലുള്ള ആളുകളാണ്, കുറച്ച് വീക്കാണ്. അതുപോലെ ആരോഗ്യപരമായിട്ട് അവർ ബാക്കിലാണ്. അതുപോലെ അവർ കാലാകാലങ്ങളായിട്ട് അവരെ പൂർവികരായിട്ട് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നവരാണ്. Their parents are forced to work in difficult conditions such as building roads and railways, yet they receive little respect or support from society. അപ്പോൾ ഈ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ അവരുടെ ജോലി എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ജോലിയാണ്. മേ ബി റോഡ് പണിയിലോ അല്ലെങ്കിൽ റെയിൽവേ ബിൽഡ് ചെയ്യുന്നതിലോ അങ്ങനെയുള്ള ഹാർഡായിട്ടുള്ള ജോലിയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് സമൂഹത്തിൽ നിന്ന് ഒട്ടും റെസ്പെക്റ്റോ സപ്പോർട്ടോ ഒന്നും കിട്ടുന്നില്ല. Women are shown as tired and physically exhausted, while men appear mentally stressed and broken by labor. അവിടെയുള്ള സ്ത്രീകളുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. അവർ വളരെ ക്ഷീണിതരാണ്. അവർക്ക് മതിയായിട്ടുള്ള ഫുഡോ ഒരു മെൻ്റൽ സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല. അതുപോലെ തന്നെ അവിടെയുള്ള പുരുഷന്മാർ അവർ മെൻ്റലി സ്ട്രെസ്ഡാണ്, അതായത് വലിയ കഠിനാധ്വാനമൊക്കെ ചെയ്ത് മെൻ്റലി സ്ട്രെസ്ഡാണ് അവർ. A significant portion of the poem focuses on the bleak reality of living in a state mental hospital. അടുത്ത ഈ ഒരു കവിതയുടെ ഭാഗത്ത് പറയുന്നത് ഒരു മെൻ്റൽ ഹോസ്പിറ്റലിനകത്തുള്ള സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ്. വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ് ഒരു മെൻ്റൽ ഹോസ്പിറ്റലിനകത്ത് എന്ന് പറയുന്നുണ്ട്. It shows how poor and inhuman conditions inside the state mental hospital where he stayed. അദ്ദേഹം അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമായിരുന്നു അത്.
അതായത് ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ അകത്ത് വളരെയധികം ശോചനീയാവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. അവിടെയുള്ള മെൻ്റലി ഇല്ലായിട്ടുള്ള ആളുകളെയൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഷോസ് ഹൗ പുവർ ആൻഡ് മെൻ്റലി ഇൽ പീപ്പിൾ ആർ ട്രീറ്റഡ് വിത്തൗട്ട് കെയർ, ഡിഗ്നിറ്റി ആൻഡ് റെസ്പെക്റ്റ്. അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്, അദ്ദേഹം കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ മെൻ്റലി ഇല്ലായിട്ടുള്ള ആളുകളൊക്കെ ഒരു ശ്രദ്ധയില്ലാതെ അവരെ ട്രീറ്റ് ചെയ്യുക, അവരുടെ ഡിഗ്നിറ്റിയോ റെസ്പെക്റ്റോ ഒന്നും മാനിക്കാതെ അവരെ ട്രീറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. Witness describes that patients are fed poorly using dirty plastic dishes and government stamped spoons. This image shows that even basic needs like food are handled carelessly. അദ്ദേഹം ഇതിലൊരു ഉദാഹരണം പറയുന്നുണ്ട്. അദ്ദേഹം ദൃക്സാക്ഷിയായിട്ടുള്ള മെൻ്റൽ ഹോസ്പിറ്റലിൽ ദൃക്സാക്ഷിയായിട്ടുണ്ട്. അതായത് അവിടെ ഈ മെൻ്റലി ഇല്ലായിട്ടുള്ള ആളുകളെ വളരെ മോശം രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ബേസിക് ആയിട്ടുള്ള ഭക്ഷണം, അടിസ്ഥാനപരമായിട്ടുള്ള ഭക്ഷണം നൽകുന്ന സമയത്ത് പ്ലാസ്റ്റിക് ആയിട്ടുള്ള കണ്ടെയ്നറിലാണ്, ഡിഷസിലാണ് ഫുഡ് നൽകുന്നത്. ഇതൊക്കെ അദ്ദേഹം അവിടുത്തെ ഒരു ശോചനീയാവസ്ഥയാണ് ചിത്രീകരിക്കുന്നത് ഈ ഒരു ഉദാഹരണത്തിലൂടെ. വളരെ കെയർലെസ് ആയിട്ടാണ് അവർക്ക് നൽകുന്ന ഫുഡൊക്കെ എന്നാണ് പറയുന്നത്. ദിസ് ലോസ് ഓഫ് ഡിഗ്നിറ്റി മേക്സ് എം ഫീൽ പവർലെസ് ആൻഡ് അൺഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതൊക്കെ അവരുടെ ഡിഗ്നിറ്റിനെ നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അതായത് അവിടെയുള്ള ഓരോ മെൻ്റലി ഇല്ലായിട്ടുള്ള ആളുകളും ഓരോ ഹ്യൂമൻ ബീയിങ് ആണ്. ഇതുമൂലം അവർ പവർലെസ് ആകുന്നു, അൺഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നു. അതായത് അവർക്ക് വലിയൊരു പ്രാധാന്യമില്ല എന്ന് അവർക്ക് തന്നെ ഒരു തോന്നൽ വരുന്നു. The poet talks about people who are abandoned within the hospital. This means that once they enter the institution, society forgets them. പിന്നീട് അദ്ദേഹം പറയുന്നത്, അതായത് ഈ മെൻ്റൽ ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ തള്ളിയിട്ടുള്ള ആളുകളെ ഒരിക്കൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നീട് സമൂഹം തന്നെ അവരെ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ strongly criticizes society by saying that these unhealthy conditions are not accidental. According to him, they are the result of society's failure to take responsibility for its weaker members. The government and public institutions are supposed to protect and support citizens, but instead they allow poor living conditions to continue. അപ്പോൾ അദ്ദേഹം ഈ ഒരു അവസരത്തിൽ അദ്ദേഹം ഗവൺമെൻറ്റിനെയും അതുപോലെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ സമൂഹത്തിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ സമൂഹത്തിൻ്റെയൊക്കെ ഉത്തരവാദിത്യമാണ് ഇവരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്. ഇവരെ നെഗ്ലക്റ്റ് ചെയ്യുന്നതിന് പകരം ഈ ഒരു അൺഹെൽത്തി കണ്ടീഷൻ എന്ന് പറയുന്നത് ആക്സിഡൻ്റൽ അല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഇത് മനഃപൂർവ്വമാണ്, ഇത് ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്നതല്ല. അതായത് ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ സമൂഹത്തിൻ്റെയൊക്കെ ഉത്തരവാദിത്തമാണ് ഇങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കുക, അവർക്ക് സപ്പോർട്ട് നൽകുക എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അവർ ഫെയിലായിരിക്കുകയാണ്. അതിനെ വിമർശിക്കുന്നുണ്ട് ഈ കവിതയിൽ. ഈ ക്വസ്റ്റ്യൻസ് ദ ബിലീഫ്സ് ആൻഡ് സിസ്റ്റംസ് ദാറ്റ് കൺട്രോൾ സൊസൈറ്റി. അതോടൊപ്പം തന്നെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്, അതായത് ബിലീഫ് സിസ്റ്റത്തെ, അതായത് വിശ്വാസത്തെ, അതുപോലെ സമൂഹത്തെ കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്, അതിന് അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ ചലഞ്ചസ് ബോത്ത് റിലീജിയസ് ഐഡിയാസ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ദാറ്റ് അലോ ഇൻജസ്റ്റിസ് ടു കണ്ടിന്യൂ. അതായത് അനീതി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം ചലഞ്ച് ചെയ്യുന്നുണ്ട്, മതപരമായിട്ടുള്ള ആശയങ്ങളെയും സോഷ്യൽ സ്ട്രക്ചറിനെയൊക്കെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. വെനസ് ഓൾസോ ക്വസ്റ്റ്യൻസ് ദ ഐഡിയ ഓഫ് എ കൈൻഡ് ആൻഡ് ജസ്റ്റ് ഗോഡ്. അദ്ദേഹം ദൈവത്തെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതായത് അദ്ദേഹം ഇതിൽ ചോദ്യം ചെയ്യാണ്, ദൈവം വളരെ ദയാലുവാണ്, വളരെ കാരുണ്യവാനാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള പാവപ്പെട്ട പുവറായിട്ടുള്ള ഇങ്ങനെ വർക്കിംഗ് ക്ലാസ് പീപ്പിളിനെ അല്ലെങ്കിൽ മെൻ്റലി ഇല്ലായിട്ടുള്ള ആളുകളെ ആരും ദൈവം കാണുന്നില്ല. ഇങ്ങനെയുള്ള ആളുകളും ഇവിടെ ജീവിക്കുന്നുണ്ട്. ഇത്രയും ദയാലുവായ കാരുണ്യവാനായ ദൈവത്തിന് ഇത് കാണുന്നില്ല എന്നുള്ള തരത്തിലൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. വി വണ്ടേഴ്സ് ഹൗ എ വേൾഡ് ഫുൾ ഓഫ് ബ്യൂട്ടി ക്യാൻ എക്സിസ്റ്റ് അലോങ് സൈഡ് സച്ച് ഡീപ്പ് ഹ്യൂമൻ മിസറി. അതോടൊപ്പം തന്നെ അദ്ദേഹം അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അതായത് ഈ ലോകം എന്ന് പറയുന്നത് വളരെ സൗന്ദര്യമുള്ള ഈ ഒരു ലോകത്ത് ഇത്രയും ദുഃഖം അനുഭവിക്കുന്ന ആളുകളും ഉണ്ട് എന്നുള്ളതിൽ അദ്ദേഹം വണ്ടറടിക്കുന്നുണ്ട്. He feels that religious and social authorities have ignored the pain of the poor. അദ്ദേഹം പറയുന്നുണ്ട്, അതായത് സമൂഹത്തിലെ അധികാരികളും അതുപോലെ
മതപരമായിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ ഈ പാവപ്പെട്ടവൻ്റെ വേദന ഇല്ലാതാക്കുകയാണ്, അവോയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത്, നിരസിക്കുകയാണ് ചെയ്യുന്നത്. At the end of the poem, Venus calls himself one of them, showing that he shares the suffering of the working class. He rejects the idealist American dream and presents the harsh reality of poverty and neglect. ഈ ഒരു കവിതയുടെ അവസാനത്തിൽ അദ്ദേഹം ഇതിൻ്റെ വിറ്റ്നസ് ആണെന്ന് പറയുന്നുണ്ട്. ഞാനിതിൻ്റെ സാക്ഷിയാണ്. അദ്ദേഹം മെൻ്റൽ അസൈലത്തിൽ പോയിട്ട് നേരിട്ട് കണ്ട ഒരു കാഴ്ചയാണ് അവിടെയുള്ള മെൻ്റലി ഇല്ലായിട്ടുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യുന്നതും മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നതും വർക്കിംഗ് ക്ലാസ് പീപ്പിളിൻ്റെ ഹാർഡ്ഷിപ്പൊക്കെ. അപ്പോൾ അദ്ദേഹം ഈ ഒരു ഹാർഷ് റിയാലിറ്റി, പോവർട്ടിയുടെ ഹാർഷ് റിയാലിറ്റി നേരിട്ട് തിരിച്ചറിഞ്ഞിട്ടുള്ള ആളാണെന്ന് പറയുന്നുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് പ്രൈസിങ് ഗോഡ്സ് ഗുഡ്നെസ്, ഹി റെക്കോർഡ്സ് ദ സ്കോൺ ആൻഡ് പെയിൻ ഫേസ്ഡ് ബൈ ദ പൂർ. ത്രൂ radical honesty, he reveals uncomfortable truths about his own life and society, giving a voice to the marginalized. ദൈവത്തിൻ്റെ നന്മ എടുത്തു പറയുന്നതിന് പകരമായിട്ട്, അതിനെ പുകഴ്ത്തുന്നതിന് പകരമായിട്ട് അദ്ദേഹം ഈ പാവപ്പെട്ട മനുഷ്യർ അനുഭവിക്കുന്ന വേദനകളാണ് അദ്ദേഹം ഇതിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അദ്ദേഹം വളരെ സത്യസന്ധമായിട്ട് ഈ സത്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി സമൂഹത്തിൽ നടക്കുന്ന ഈ ഒരു അനീതിക്കെതിരെ, അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള, അതായത് സമൂഹത്തിൽ താഴേക്കിടയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയിട്ടുള്ള, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം.